ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ മസ് ഗൈസ്. അപ്പം നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം ഒരു വീഡിയോ ഇട്ട് വന്നിരിക്കുകയാണ്. അത് എനിക്കിത്തിരി തിരക്കായിരുന്നു. അത് മാത്രമല്ല, നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്തിരി സ്പെഷ്യലാണ് ഗൈസ്. ബിക്കോസ് ന്യൂ ഇയർ നമ്മൾ ഇന്നത്തെ വീഡിയോ വക്കാവേഴ്സിൻ്റെ എപ്പിസോഡായിട്ടാണ് ഗൈസ് നമ്മൾ വന്നിരിക്കുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഞാൻ നിങ്ങളറിയാത്ത ഒരു മാച്ച് കളിച്ചു ഗൈസ്. എന്നാൽ നമ്മൾ അത് 1-0 ജയിച്ചു. ക്യാപ്റ്റൻ അബ്ദുൽ ട്രയോറിൻ്റെ ഗോളാണ് നമ്മൾ ജയിച്ചത്. അത് മാത്രമല്ല, നമ്മളിപ്പോൾ 1-ാം സ്ഥാനത്ത് കണ്ടിന്യൂ ചെയ്യണം വിത്ത് ഗോൾ ഡിഫറൻസ് ഗൈസ്. മാഡിസ്റ്റോൺ യുണൈറ്റഡ് ഇപ്പോഴും നമ്മുടെ അതേ പോയിൻ്റായിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഗോൾ ഡിഫറൻസ് എഡ്വേർഡൊക്കെ നോക്കുമ്പോൾ നമ്മളാണ് ഇത് മുൻതൂക്കം വഹിക്കുന്നത്. ആൻഡ് അത് മാത്രമല്ല ഗൈസ്, നമ്മളിന്ന് കളിക്കാൻ പോകുന്ന ഈ 4 മാച്ചസ് ആയിരിക്കും ഗൈസ്. വെല്ലിംഗ് യുണൈറ്റഡ് എവേ മാച്ച് നമ്മൾ പോവും. നീത മാർക്കറ്റിൻ്റെ ഒപ്പം നമ്മൾ ഹോം മാച്ച്. ഫാൻബോട്ടിൻ്റെ ഒപ്പം നമ്മൾ എവേ മാച്ച്. ആൻഡ് ട്രോറോൻ്റെ ഒപ്പം നമ്മളൊരു ഹോം മാച്ച്. ലെറ്റ്സ് സ്റ്റാർട്ട് ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ തുടങ്ങുകയാണ് ഗൈസ്. വെല്ലിംഗ് യുണൈറ്റഡ് കെട്ടാൻ വേണ്ടി തന്നെ ഒരു ചാൻസ് ഗൈസ്. ഓക്കെ, ബ്രയനാണ്. സിമിയോൺ ബ്രയനെ നിങ്ങൾക്കറിയാവുന്ന ഒരു കാര്യമാണ് ഗൈസ്. സിമിയോൺ ബ്രയന് നല്ല ഫിനിഷിംഗ് ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഗൈസ്, പറഞ്ഞതിൻ്റെ ആവശ്യമില്ല. ഗെയിനിലെത്തുന്ന ഒരു ചാൻസ് ഉണ്ട് ഗൈസ്. No, Fabio Jallo pass to Aplagart. അപ്പോൾ ഗൈസ്, അവർക്കൊരു ചാൻസ്. മൈ ഗുഡ്നസ്, ലക്കി എസ്കേപ്പ്. അവർക്കൊരു ചാൻസ്. നമ്മുടെ ഗോൾ കീപ്പർ എന്നാണ് ഗൈസ് അണ്ടമിട്ടിന്. വീണ്ടും ബ്രയൻ സ്കോർസ് അവർ ലീഡിംഗ് ഗോൾ അഗെയിൻ. ഹാഫ് ടൈം കഴിഞ്ഞിട്ട് നമുക്കത് 49-ാം മിനിറ്റിൽ ഹാഫ് ടൈം കഴിഞ്ഞിട്ടാണ്. ഓക്കെ, നൗ ഇറ്റ് ഈസ് മാഞ്ചസ്റ്റർ 11 ആദ്യമായി ഇടം പിടിക്കുന്ന മാഞ്ചസ്റ്റർ സ്കോർസ് അവർ തേർഡ് ഗോൾ ഗൈസ്. സ്റ്റാർട്ടിംഗ് ലെവലിൽ ആദ്യമായിട്ടാണ് പുള്ളിക്കാരൻ ഇറങ്ങിയത്. ആൻഡ് പുള്ളിക്കാരൻ അതിനുള്ള റിസൾട്ട് തന്നു. ജമീൽ മാർട്ട് ഫ്രീ കിക്ക് എടുക്കുന്നു. വിസ്പാസായി കലാശിക്കുന്നത്. അഗെയിൻ നമുക്കൊരു ചാൻസ് ഇട്ടിരിക്കുന്നു. ഫബിജാലോ നേരെ ജമീൽ മാർട്ടിൽ കറക്റ്റായിട്ട് എയിം ചെയ്യുന്നു. ജമീൽ മാർട്ട് അവിടെ ഫ്രീ ആയിട്ടുള്ള സ്പീഡിലാണ് ഇറക്കാം ഗൈസ്. ആരും കുഴപ്പമില്ല. നമുക്കെന്തായാലും റൈറ്റ് വിങ്ങിൽ ഫാബിയോ ജാലോക്ക് വരാം, റെഡിനെ ഇറക്കാം. ദെൻ ഓക്കെ, പിന്നെ അറ്റാക്കിങ് മിഡ്ഫീൽഡേഴ്സായിട്ട് നമ്മുടെ മൈക്കൽ ദാഹോനെ നമ്മുടെ ക്യാപ്റ്റൻ അബ്ദുൾ ട്രയോറിനെ ഇറക്കാം. ആൻഡ് ദ മാച്ച് എൻഡ്സ് ഇൻ 2-4. യെസ് ഗൈസ്, അങ്ങനെ നമ്മുടെ മാച്ച് 2-4 എൻഡ് ചെയ്തു. ടോപ്പ് സ്കോർ ഇപ്പോഴും ജമീൽ മാത്താണ്. ആൻഡ് മാഡിസൺ യുണൈറ്റഡും 2-1 ജയിച്ചു. ആൻഡ് 10 ഗോൾ ഡിഫറൻസാണ് ഗൈസ് നമ്മളും മാഡിസൺ യുണൈറ്റഡ് ആയിട്ടുള്ളത്. പ്രീമിയർ ലീഗിൽ ആരെപ്പോൾ മുന്നിൽ നിൽക്കുന്ന ആർസണലും സിറ്റിയും തമ്മിൽ ഒരു ഫൈറ്റ് ഉണ്ട് ഗൈസ്. നമ്മൾ ഓക്കെ. പിന്നെ ഗൈസ്, ഞാൻ പൊട്ടൻഷ്യൽസ് കാര്യങ്ങളൊക്കെ നോക്കി ഞാൻ കാണിച്ചു തരാം. നമ്മുടെ പൊട്ടൻഷ്യലും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ ലുക്ക്, ഫാബിയോ ജാലോ ആൻഡ് അബ്ദുൾ ട്രയോറിൻ്റെ പൊട്ടൻഷ്യൽസൊക്കെ ഞാൻ കാണിച്ചു തരാം. ലുക്ക് ഹിയർ, പൊട്ടൻഷ്യൽസ്. Look, 90
94 ഫാബിയോ ജാലോയുടെ പൊട്ടൻഷ്യൻ ആൻഡ് 90 അബ്ദുൾ റയോയുടെ പൊട്ടൻഷ്യൻ ഗൈസ്. അതൊരു നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നണേ. വേറെ ആരും എനിക്കത്ര പൊട്ടൻഷ്യൻ ഉള്ളതായിട്ട് തോന്നിയില്ല ഗൈസ്. ജമീൽ മാത്തിന് 35 വയസ്സ് പൊട്ടൻഷ്യൻ കുറയും. അപ്പോൾ നമുക്ക് അടുത്ത സീസണിലേക്ക് വേറെ സ്ട്രൈക്കറിനെ നോക്കണം. ട്രെയിനിങ് ആൻഡ് നമ്മുടെ സ്കൗട്ട് നമുക്ക് ഇപ്പോൾ ഒരു സ്കൗട്ടുണ്ട് ഗൈസ്, ജോൺ ഹസ്ബാൻസ് എന്ന് പറഞ്ഞ. ഓക്കെ, ജോൺ ഹസ്ബാൻസ് നമുക്ക് ഒരു ഓക്കെ നല്ലൊരു ഇതാണല്ലോ. ഇവൻ നല്ലതാണല്ലോ, പക്ഷെ നമ്മുടെ അടുത്ത് കാശില്ല ഗൈസ്. നമുക്ക് എന്തായാലും നെക്സ്റ്റ് ഡു ക്യാൻസൽ ദിസ് സ്കൗട്ട് അസൈൻമെൻറ്റ്. ഓക്കെ ഗൈസ്, എന്തായാലും ജോൺ ഹസ്ബാൻസ് ഇവിടെ തപ്പട്ടെ, നമുക്ക് വേറൊരു സ്കൗട്ടിനെ നോക്കാം. ഓക്കെ ഗൈസ്, പിന്നെ നമ്മുടെ എക്സെറ്റർ സിറ്റി എന്നൊരു സ്കൗട്ടുണ്ട് ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മുടെ എക്സെറ്റർ സിറ്റി ഓർക്കുന്നുണ്ടോ ഗൈസ്? നമ്മുടെ മൈ പ്ലെയർ കരിയർ മോഡിലെ നമ്മൾ എക്സെറ്റർ സിറ്റിയിലായിരുന്നു. അത് പറയാമായിരുന്നു ഗൈസ്. നമ്മൾ എക്സെറ്റർ സിറ്റിയിൽ നിന്നും മറ്റേ ഡ്രാഗൺ ആ സീന്നൊക്കെ നമ്മളിപ്പോൾ ഫ്രീ ഏജൻ്റാണ് ഗൈസ്. നമ്മൾ പ്രൊമോഷൻ ആയിരുന്നു, പക്ഷേ നമ്മൾ പക്ഷേ ഞാനത് കോൺട്രാക്റ്റ് റിന്യൂ ചെയ്യാൻ മറന്നുപോയി ഗൈസ്. അതുകൊണ്ട് നമ്മളിപ്പോൾ ഒരു ഫ്രീ ഏജൻ്റാണ്. നമ്മുടെ മൈ പ്ലെയർ കരിയർ മോളിലെ കാര്യമാണ് ഗൈസ് ഞാൻ പറയണേ. ഓക്കെ, നമ്മുടെ മൈ പ്ലെയർ കരിയർ മോളിലെ ഫോർമർ ക്ലബ്ബായ എക്സെറ്റർ സിറ്റി SCന്ന് ഒരു സ്കൗട്ടുണ്ട്, ആൻഡി ഹാംബി എന്നും പറഞ്ഞ്. ആൻഡി ഹാംബി എന്നുള്ള ഒരു സ്കൗട്ടുണ്ട്. ആൻഡ് ജഡ്ജിങ് ഹാഫ് സ്റ്റാർ ഉള്ളൂ ഗൈസ്. പക്ഷേ യൂത്ത് പ്ലേയേഴ്സ് 1.5 ആൻഡ് എക്സ്പീരിയൻസ് 1.5 ഗൈസ്. ആൻഡ് വേറെ ആൻഡി ഹാംബി 100K ഗൈസ് സ്കൗട്ടിങ് ഉള്ളത്. പിന്നുള്ളത് ജോൺ ജോർദാനാണ് ഗൈസ്. അതും കുഴപ്പമില്ല ഗൈസ്, എല്ലാം 2.5 ഉണ്ട്. ജഡ്ജിങ് പൊട്ടൻഷ്യലും യൂത്ത് പ്ലേയേഴ്സും എക്സ്പീരിയൻസൊക്കെ കുഴപ്പമില്ല. പിന്നുള്ളത് ഗൈസ് ഇതാണ് ഗൈസ്, ടീം ലസാറസ്. ഇതാണ് ഞാൻ നോട്ടോട്ട് വെച്ചിരിക്കുന്ന പ്ലെയർ സ്കൗട്ട്. കാരണം ലുക്ക്, യൂത്ത് പ്ലെയേഴ്സിനെ നല്ല രീതിയിൽ സ്കൗട്ട് ചെയ്യും. അതും വെറും 500K ഉള്ളൂ ഗൈസ്, 5 സ്റ്റാർ. പിന്നെ ഇതൊക്കെ 40 മില്യനാണ് ഗൈസ്. മാറ്റി പോംഫ്രട്ട്. പിന്നെ ഉള്ളത് ഡിയാഗോ ഗോൺസലസ് ആണ് ഗൈസ്, 80 മില്യൺ സ്കൗട്ടിങ് ഏജൻ്റാണ്. ജഡ്ജിങ് പൊട്ടൻഷ്യനൊക്കെ 5 സ്റ്റാർ അങ്ങനെയാണ് ഗൈസ്. ഓക്കെ, ഇപ്പം നമുക്കുള്ളത് ജോൺ ഹസ്ബാൻസ് ആണ് ഗൈസ്. സോ ഹയസ്റ്റ് ആവറേജ് റേറ്റിംഗ് ജമീൽ മാട്ടും മോസ്റ്റ് അസിസ്റ്റ് കാൾ റെഡിന് 3 അസിസ്റ്റ്, ജമീൽ മാട്ട് 20 ഗോൾസ്. ആൻഡ് വെയിറ്റ്, നമ്മുടെ ലീഗ് നോക്കുകയാണെങ്കിൽ നമുക്ക് അസിസ്റ്റ് ഗോളിൽ ജമീൽ മാട്ട്, അസിസ്റ്റിൽ നമുക്ക് ആരുമില്ല ഗൈസ്. ഓക്കെ, അതൊരു വിഷമമാണ്. നമുക്ക് എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യണം. സോ ഗൈസ്, നമുക്ക് ഇനി നമുക്ക് അടുത്ത മാച്ച് കളിക്കാം ഗൈസ്. അത് നിദ മാർക്കറ്റിൻ്റെ ഒപ്പമാണ് ഗൈസ്. നമ്മുടെ സ്കൗട്ട് ഏജൻറ്റ് കുറേ നിദ മാർക്കറ്റിന് സ്കൗട്ട് വാട്ടർ സിറ്റി ഗോൾ ഗൈസ്. നമ്മുടെ ഏജൻറ്റ് കുറേ സ്കൗട്ട് കണ്ടിരുന്നു. നിദാൻ മാർട്ടിന് ജമീൽ മാട്ട് നല്ലൊരു സ്കോർ ചെയ്തു, നല്ല രീതിയിൽ തന്നെ സ്കോർ ചെയ്തു. നൗ കട്ട് ബാക്ക് ജയ്ബൻ, കട്ട് ബാക്ക് ടു ജമീൽ മാട്ട്. ഗോൾ ബൈ ജമീൽ മാട്ട്. ഓക്കെ ഗൈസ്, നമ്മുടെ ജയ്ബൻ 2 അസിസ്റ്റ് കൊടുത്തു ഗൈസ് ഒരു മാച്ചിൽ. അത് നല്ലൊരു കാര്യമാണ്. ആൻഡ് ഫുൾ ടൈം സ്കോർ ഈസ് 3-1. അടുത്ത മാച്ച് കൂടി കളിച്ചിട്ടാണ്. ഓക്കെ, ഒരു ചാൻസാണ്. ഡോബ്സൺ, കട്ട് ബാക്ക്, ജമീൽ മാട്ട് സ്കോർ. A chance.
Guys, നമ്മൾ 3 കട്ട്ബാക്കിൽ ഗോൾ അടിച്ചു ഗൈസ്. That's really nice. And the game ends in 3-1 ഗൈസ്. ആൻഡ് ഈ ഗെയിമിനൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ 3 ഗോളും 3 കട്ട് ബാക്സിനാണ് ഗൈസ് ഗോൾ അടിച്ച. അത് നല്ലൊരിതാണ്. ലിവർപൂൾ മാൻസിറ്റി തമ്മിൽ ഇതായിട്ട് 0-0, മാൻചെസ്റ്റർ യുണൈറ്റഡും ലിവർപൂളും ഇതായിട്ട് 0-0 ആയിരുന്നു. ഓക്കെ, അടുത്ത മാച്ച് നമ്മുടെ ബേർഡ്സില്ല സ്റ്റേഡിയത്തിലാണ് ഗൈസ്. ടർബോ സിറ്റി ആയിട്ട് നടക്കുന്നത്. നമുക്ക് എന്തായാലും അതുകൂടി കളിക്കാം. അത് നമ്മൾ 4-2 ജയിച്ചു ഗൈസ്. നമ്മൾ 4-2 ജയിച്ചപ്പോൾ നമുക്ക് 2 പോയിൻ്റ് ഡിഫറൻസ് ഉണ്ട് സെക്കൻഡ് നിൽക്കുന്ന ടീമായിട്ട്. ഓക്കെ, ആൻഡ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.